ഇന്നും ഇന്നലെയുമായി ബി.ജെ.പിയിൽ സംഭവിച്ച രണ്ട് രാജികൾ നേതൃത്വത്തെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിട്ടുണ്ട്. ഒന്നിങ്ങ് കേരളത്തിൽ ഇന്നലെയാണ് നടന്നതെങ്കിൽ രണ്ടാമത്തേത് അങ്ങ് വടക്ക് രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ ഇന്നാണ് നടന്നത്. ബി.ജെ.പി സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന നടൻ കൂടിയായ ദേവനാണ് ഇന്നലെ ഒരു പാർട്ടി ചടങ്ങിൽ വെച്ച് അപ്രതീക്ഷിതമായ രാജി പ്രഖ്യാപിച്ചിറങ്ങിപ്പോയത്. രാജിക്ക് കാരണമായി ഇന്ന് ദേവൻ പല കാര്യങ്ങളും വെട്ടിത്തുറന്നു പറയുന്നുണ്ട്. തൻ്റെ രാഷ്ട്രീയത്തിനൊത്ത പാർട്ടിയല്ല ബി.ജെ.പി, പാർട്ടി നേതൃത്വം പരാജയമാണ്, സംസ്ഥാന അധ്യക്ഷൻ പോലും ഫോൺ വിളിച്ചാൽ എടുക്കില്ല എന്നെല്ലാം ആഞ്ഞടിക്കുന്നുണ്ട് ദേവൻ. ഇക്കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃശൂർ, പുതുക്കാട് നിയമസഭാ സീറ്റുകൾ വാഗ്ദാനം ചെയ്തെങ്കിലും അവസാന നിമിഷം വഞ്ചിച്ചെന്നും ദേവൻ വിമർശിക്കുന്നുണ്ട്. അതേസമയം സീറ്റ് കിട്ടാത്തതിന്റെ പേരിലല്ല താൻ പാർട്ടി വിടുന്നതെന്നും പറയുന്നു ദേവൻ. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിനെതിരെ രൂക്ഷമായ വിമർശനങ്ങൾ ദേവൻ ഉന്നയിക്കുന്നുണ്ട്. തനിക്ക് മതിയായ പരിഗണന പാർട്ടിയിൽ കിട്ടുന്നില്ല എന്ന് കണ്ടാണ് അദ്ദേഹം പാർട്ടി വിട്ടിരിക്കുന്നത് എന്നത് ഉറപ്പാണ്. കാരണം 2021 അമിത്ഷായുമായുള്ള ചർച്ചയെ തുടർന്നാണ് ദേവൻ ബി.ജെ.പിയിലെത്തുന്നത്. അതിനു മുമ്പ് 2004 തന്നെ അദ്ദേഹം കേരള പീപ്പിൾസ് പാർട്ടി എന്ന് പറയുന്ന ഒരു സ്വന്തമായിട്ടൊരു പാർട്ടി രൂപീകരിച്ച് പ്രവർത്തനവുമായിട്ട് മുന്നോട്ട് പോവുകയായിരുന്നു. അങ്ങനെ 2021 ചർച്ച സമയത്ത് അത് ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ കാലത്താണ് ചർച്ച നടക്കുന്നത്. അന്ന് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് സീറ്റ് വേണമെന്നാണ് അമിത്ഷാ ദേവനോട് ചോദിച്ചത്. എന്നാൽ ആ സീറ്റ് താൻ നിരസിച്ചു. പകരം അദ്ദേഹം ചില കാര്യങ്ങൾ അമിത്ഷായെ ധരിപ്പിച്ചു എന്നാണ് പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് കേരളത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് മാത്രമല്ല ഹിന്ദുക്കൾക്കും അക്കാലത്ത് ബി.ജെ.പിയോട് പേടിയുള്ള ഒരു കാലമാണ്. ആ കാരണങ്ങൾ കണ്ടെത്തി പരിഹരിക്കാതെ കേരളത്തിൽ ബി.ജെ.പിക്ക് ഭരണം കിട്ടില്ല എന്ന് അമിത്ഷായോട് തുറന്നു പറയുന്നു. കൂടാതെ താൻ ഈ ന്യൂനപക്ഷങ്ങൾക്കിടയിലൊക്കെ തന്നെ വലിയ സ്വീകാര്യതയുള്ള സ്വാധീനമുള്ള ഒരു വ്യക്തിയാണ്, എല്ലാ വീടുകളിലും കയറി ചെല്ലാൻ സ്വാതന്ത്ര്യമുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ന്യൂനപക്ഷങ്ങളിലുള്ള ആ സ്വാധീനം ഉപയോഗിക്കണം എന്നൊരു നിർദ്ദേശം അമിത്ഷായോട് വെച്ചിരുന്നു. അത്തരത്തിൽ അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ മുന്നോട്ട് പോകാൻ ബി.ജെ.പിക്ക് കഴിയില്ല എന്നത് അന്ന് തന്നെ അമിത്ഷായെ ധരിപ്പിച്ചിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും പാർട്ടിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നതാണ് ദേവൻ ഇപ്പോൾ വെളിപ്പെടുത്തുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണ് അമിത്ഷായുമുള്ള ചർച്ചയ്ക്ക് ശേഷം കേരള പീപ്പിൾസ് പാർട്ടിയെ ബി.ജെ.പി ലയിപ്പിച്ച് ദേവൻ ബി.ജെ.പിയിൽ ചേരുന്നത്. പക്ഷേ അങ്ങനെ ചേർന്നെങ്കിലും കാര്യമായ പരിഗണന ദേവന് പാർട്ടിയിൽ നിന്ന് കിട്ടിയില്ല. സ്ഥാനമാനങ്ങളോ ഒന്നും തന്നെ പിന്നീട് ലഭിച്ചില്ല. 2023 പുനഃസംഘടനയിൽ സംസ്ഥാന ഉപാധ്യക്ഷനാക്കിയെങ്കിലും അധികം താമസിയാതെ തന്നെ ആ സ്ഥാനത്ത് നിന്നും മാറ്റി. അക്കാര്യവും ദേവനെ അറിയിച്ചില്ല. ദേവനെ മാറ്റിക്കൊണ്ട് ആ സ്ഥാനത്തേക്ക്, ഉപാധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത് ആർ ശ്രീലേഖ IPSനെയാണ്. ഇതൊക്കെ ദേവൻ ഇന്ന് തുറന്നു പറയുന്നുണ്ട്. അങ്ങനെ തുറന്നു പറയുന്നതിലൂടെ ഈ കാര്യങ്ങളെല്ലാം തനിക്ക് അതൃപ്തി ഉണ്ടാക്കിയ കാര്യങ്ങളാണെന്ന് വെളിപ്പെടുത്തുക കൂടിയാണ് ദേവൻ ചെയ്യുന്നത്. ഒപ്പം തന്നെ കേരളത്തിൽ നിന്നുള്ള കേന്ദ്രമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ളവരോടുള്ള അഭിപ്രായ വ്യത്യാസവും ഇന്ന് ദേവൻ തുറന്നു പറയുന്നുണ്ട്. ഇന്നലെ രാജി പ്രഖ്യാപിച്ചതിന് പിന്നാലെ സുരേഷ് ഗോപി വിളിച്ചു തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ താൻ തീരുമാനമെടുത്തു കഴിഞ്ഞു, ഇനി അതിൽ മാറ്റമൊന്നുമില്ല എന്നാണ് ദേവൻ പറഞ്ഞത്. കൂടാതെ മാധ്യമങ്ങളോടായിട്ട് ദേവൻ പറഞ്ഞത്, ഞാൻ സുരേഷ് ഗോപി വഴിയൊന്നുമല്ല ഈ പാർട്ടിയിൽ വന്നത്, അതുകൊണ്ട് തന്നെ അദ്ദേഹം എന്തെങ്കിലും ചോദിച്ചാൽ അല്ലെങ്കിൽ അദ്ദേഹം എന്തെങ്കിലും പറഞ്ഞാൽ അതിന് മറുപടി പറയേണ്ട ഉത്തരവാദിത്തം തനിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയുമായുള്ള ആ നീരസവും ദേവൻ ഇന്ന് പ്രകടിപ്പിക്കുന്നുണ്ട്. ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞ മറ്റു ചില കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതിൽ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ജാതി മതങ്ങളൊക്കെ ഒന്നാണെന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ രാഷ്ട്രീയ വൈരാഗ്യങ്ങൾ പാടില്ലെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് താൻ എന്നാണ് ദേവൻ പറയുന്നത്. മുഹമ്മദ് നബിയും യേശുക്രിസ്തുവും ഒക്കെ പഠിപ്പിച്ച കാര്യങ്ങൾ മറന്നുകൊണ്ട് പ്രവർത്തിക്കുന്നതിനോട് എതിരാണ്. അതിനോടൊക്കെ താൻ എതിർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറയുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും കേരളം നേരിട്ട് കണ്ടിട്ടില്ല. ഇനി പാർട്ടിക്കകത്ത് അദ്ദേഹം അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ എതിർപ്പുകൾ പാർട്ടിയുടെ അത്തരത്തിലുള്ള നിലപാടുകൾക്കെതിരെ ഉയർത്തിയിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയുകയുമില്ല. എന്തായാലും ബി.ജെ.പിയുടെ ഹിന്ദുത്വ രാഷ്ട്രീയത്തോടും ന്യൂനപക്ഷങ്ങളെ വേട്ടയാടുന്ന രാഷ്ട്രീയത്തോടും ഒന്നും ചേർന്ന് നിൽക്കാനോ ചേർന്ന് പോകാനോ കഴിയില്ല തനിക്ക് എന്ന തുറന്നു പറച്ചിലായിട്ട് തന്നെ ഇതിനെ നമുക്ക് കാണേണ്ടി വരും. ഒപ്പം ഈ സംസ്ഥാനത്ത് വലിയ രീതിയിൽ പാർട്ടിയുടെ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഫണ്ട് തട്ടിപ്പ് ഉൾപ്പെടെയുള്ള വിവാദങ്ങൾ കത്തി നിൽക്കുന്ന സമയത്താണ് ഈ ദേവനെ പോലെ ഒരു നേതാവ് പാർട്ടി വിടുന്നത് എന്നത് വളരെ ശ്രദ്ധേയമാണ്. ആ ഫണ്ട് തട്ടിപ്പ് വിവാദത്തിൽ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത് സംസ്ഥാന അധ്യക്ഷൻ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖറാണ്. രാജീവ് ചന്ദ്രശേഖരനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ആ മറുവിഭാഗം ശക്തമായ രീതിയിലുള്ള നീക്കങ്ങളും ഒക്കെ തന്നെ നടത്തി മുന്നോട്ട് പോകുമ്പോഴാണ് അതേ രാജീവ് ചന്ദ്രശേഖരനെതിരെ രൂക്ഷ വിമർശനം ഉയർത്തിക്കൊണ്ട് ദേവൻ പുറത്തേക്ക് പോകുന്നത് എന്നതുകൂടി കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇനി ദില്ലിയിലേക്ക് പോവുകയാണെങ്കിൽ അവിടെ പാർട്ടിയുടെ നിലവിലെ മുസ്ലിം മുഖമെന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ദേശീയ വക്താവായിരുന്ന ഷഹ്സാദ് പൂനെവാലയാണ് പാർട്ടി വിട്ടത്. കഴിഞ്ഞ മാസം തന്നെ പൂനെവാല ഈ വക്താവ് സ്ഥാനം
രാജിവെച്ചിരുന്നു. ആ പൂനെവാല ഇപ്പോൾ പാർട്ടിയിൽ നിന്ന് തന്നെ രാജിവെച്ചുകൊണ്ടുള്ള കത്ത് ദേശീയ അധ്യക്ഷനായ നിതിൻ നബീന് നൽകിയിരിക്കുകയാണ്. ഒപ്പം തന്നെ എല്ലാ ചുമതലകളിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നുണ്ട്. വ്യക്തിപരമായ കാരണങ്ങളെന്ന് പറയുന്ന പൂനെവാല താൻ മോദിയുടെ അനുയായിയായി തുടരുമെന്നും വ്യക്തമാക്കുന്നുണ്ട്. മുൻപ് കോൺഗ്രസിലായിരുന്നു പൂനെവാല. 2017 പാർട്ടിയിലെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടാവുകയും അതിൽ അതൃപ്തി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പൂനെവാല അങ്ങനെ കോൺഗ്രസ് വിട്ട് പിന്നീട് BJP-യിലേക്ക് എത്തുന്നത്. പിന്നാലെ തന്നെ പൂനെവാലയ്ക്ക് BJP വലിയ രീതിയിലുള്ള പരിഗണന നൽകുന്നു. പാർട്ടി വക്താവ് ഉൾപ്പെടെയുള്ള നിർണായക പദവികളിലേക്ക് പൂനെവാലയെ പാർട്ടി പരിഗണിക്കുന്നതാണ് കണ്ടത്. അങ്ങനെ ദേശീയ തലത്തിൽ ദേശീയ ചാനലുകളിലൊക്കെ തന്നെ ചർച്ചകളിൽ നിറഞ്ഞു നിന്ന ഒരു നേതാവായിരുന്നു, മുഖമായിരുന്നു പൂനെവാല എന്ന് പറയുന്നത്. കോൺഗ്രസിനെതിരെ അതിശക്തമായ രൂക്ഷമായ വിമർശനങ്ങൾ രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയെയും ഒക്കെ തന്നെ വലിയ രീതിയിൽ വിമർശിക്കുന്നതിൽ മുന്നിൽ നിന്ന ഒരു BJP-യുടെ വക്താവ് കൂടിയായിരുന്നു പൂനെവാല. മുൻപ് കേന്ദ്രമന്ത്രിയായിരുന്ന മുക്താർ അബ്ബാസ് നഖ്വി കഴിഞ്ഞാൽ BJP-ക്ക് ദേശീയ തലത്തിൽ എടുത്തു കാട്ടാനുണ്ടായിരുന്ന ഒരു മുസ്ലിം നേതാവ് കൂടിയായിരുന്നു പൂനെവാല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ പാർട്ടിയിൽ നിന്നുള്ള ഈ പോക്ക് പല ചോദ്യങ്ങളും ഉയർത്തുന്നുമുണ്ട്.